ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പ്രിൻസസ് കട്ടാണ് ഞാൻ ചെയ്യുന്ന മോഡൽ. അതിന് നമ്മൾ ടുലിപ്പ് സ്ലീവാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ ബോട്ട് നെക്കും കൊടുക്കുന്നുണ്ട്. ബാക്കിൽ നമ്മൾ സിബ് വെച്ചിട്ടുള്ള ഓപ്പണിങ്ങുമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മീറ്ററിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. 1 മീറ്റർ ഒന്നും നമുക്ക് വേണ്ട, പിന്നെ ഇതൊരു നല്ല അടിപൊളി തുണി ആയതുകൊണ്ടാണ് ഞാൻ 1 മീറ്റർ മേടിച്ചത്. ഇതിന് മീറ്ററിന് 240 രൂപയായിരുന്നു. പരാഗ് എന്ന് പറയുന്ന ഒരു കടയുണ്ട് കോട്ടയത്ത്, അവിടെ നിന്നാണ് മേടിച്ചത്. നല്ല അടിപൊളി നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണിത്. നല്ല ഗിൽറ്റൊക്കെയാണ് അതിന്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ തുണിക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ഒരു പോയിന്റിൽ താഴത്തേക്ക് കൈക്കുഴി 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 9 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസുമാണ് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മൊത്തം എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 16 ഇഞ്ചാണ് എടുക്കുന്നത്. എനിക്ക് 14 ഇഞ്ച് മതി, 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ആ ഒരു മിഡ് പോയിന്റിൽ 1 ഇഞ്ചിൽ ഇതുപോലൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ആ ഒരു 7 ഇഞ്ചിൻ്റെ ഹാഫ് 3.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു കർവും വരച്ചു കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ വേസ്റ്റ് എടുക്കുന്നത് 8 ഇഞ്ചാണ്. കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ എടുക്കുന്നുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിൻറ്റ്സ് ഇതുപോലെ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വീതിയാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ബോട്ട് നെക്ക് ചെയ്യുന്നതുകൊണ്ട് 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതുപോലെ ബോക്സ് ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നെക്ക് ഡിസൈൻ ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കണം. ഞാനിവിടെ ബോട്ട് ആയതുകൊണ്ട് 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാറ്റി വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് നമ്മൾ വരച്ചിരിക്കുന്ന നെക്ക് ഒന്നുകൂടി ഒന്ന് കടുപ്പിച്ച് വരയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ആ ഒരു നെക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വെക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ നെക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിനായിട്ട് ഇതുപോലെ തുണിയൊന്ന് മടക്കി കൊടുത്തിട്ട് 6.5 ഇഞ്ച് ഷോൾഡറും 7 ഇഞ്ച് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെസ്റ്റ് ഒരു 9 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നത് 9 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെയാണ്. അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം എനിക്ക് 14 ഇഞ്ചായിരുന്നു. കൂട്ടത്തിൽ 2 ഇഞ്ച് സീം അലവൻസോടെ കൂട്ടി 16 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു പോയിന്റ് ഇതുപോലെ ഒന്ന് നേരെ വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. കൂട്ടത്തിൽ ഒരു 2 ഇഞ്ച് ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുകളിൽ നിന്ന് താഴത്തേക്ക് 9.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. ഒരു സ്മോൾ മീഡിയം സൈസുകാർക്കൊക്കെ ഈ പ്രിൻസസ് കട്ടിൻ്റെ ബസ്റ്റ് പോയിന്റ് വരുന്നത് ഏകദേശം 9.5-10 ഇഞ്ചാണ്. ഞാനിവിടെ 9.5 കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വീതി എന്ന് പറയുമ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. 3 തൊട്ട് 4 ഇഞ്ച് വരെയൊക്കെ നമുക്ക് വീതി എടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ആ ഒരു പോയിന്റ് ഇതുപോലെ താഴെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു വരച്ചിരിക്കുന്ന 3.5യുടെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് നമുക്ക് ഓരോ ഇഞ്ച് വീതം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പോയിൻ്റ് തമ്മിലൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 3.5 ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തതുപോലെ ഇനി ആ ഒരു പോയിൻറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള 2 പോയിൻറ്റുകളുണ്ടല്ലോ 1 ഇഞ്ചിൻ്റെ, അതുമായിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. ആ ഒരു സൈഡിൽ നിന്നും മറ്റേ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ആം ഹോൾ കർവ് 1 ഇഞ്ച് വീതി നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൻ്റെ അവിടെ നമ്മുടെ ആം ഹോൾ കർവ് മാർക്ക് ചെയ്യണം. നമ്മുടെ 7 ഇഞ്ച് നമ്മൾ കൈക്കുഴി 7 ഇഞ്ചായിരുന്നല്ലോ എടുത്തത്, അതിൻ്റെ പകുതി 3.5 ഇഞ്ചിൽ ആ ഒരു പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ആം ഹോൾ കർവ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ കർവ് വരച്ചത് ഒന്ന് അളന്ന് നോക്കണം എത്രയുണ്ടെന്ന്. ആ ഒരു കർവ് മൊത്തം എത്രയാണെന്നൊന്ന് അളന്ന് നോക്കിയിട്ട് ആ ഒരു അളവിൻ്റെ പകുതി ആ ഒരു പകുതി എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു പകുതിയിൽ നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 5.25 ഇഞ്ചൊക്കെയാണ് പകുതിയായിട്ട് കിട്ടിയത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നും ഇവിടേക്ക് നമ്മുടെ ഈ ഒരു 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം. ഒരു കർവ് വരുന്ന രീതിയിൽ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ കർവ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം.
ഇപ്പം നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഓൾറെഡി വരച്ചായിരുന്നല്ലോ, അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് വീതം അപ്പുറം ഇപ്പുറയും നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. ആ 1 ഇഞ്ചിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മളിതാ ഈ സൈഡ് ഒന്ന് കൂട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കിൻ്റെ വീതി 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ ആം ഹോൾ വരച്ചെടുത്തേക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത്, ഫ്രണ്ട് നെക്ക് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നെക്ക് ഡിസൈൻ വരയ്ക്കാത്തത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു 1 ഇഞ്ച് വീതം അപ്പുറം ഇപ്പുറം നമ്മൾ വരച്ചില്ലേ, ഈ ഒരു പോയിൻ്റ് വരച്ചിരിക്കുന്നത് ആ ഒരു സാധനം നമുക്ക് വേണ്ട, അത് നമുക്ക് കളയാം. ബാക്കി ഉള്ള പീസ് ഇതുപോലെ അപ്പുറം ഇപ്പുറം വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ലെവൽ ചെയ്യാനായിട്ടാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച് സീം അലവൻസ് എടുത്തത്. ഇനി നമ്മുടെ ഈ ഒരു പോയിൻ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒരേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കത് തയ്ച്ചെടുക്കുമ്പം ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. ഇതിന് പിന്നെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇതുപോലെ മാർക്ക് ചെയ്യണം. ഇല്ല നമ്മൾ ചിലപ്പം രണ്ടും സെയിം രീതിയിൽ തന്നെ വെച്ച് സെയിമായിട്ട് കട്ട് ചെയ്തെടുക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലെഫ്റ്റും റൈറ്റുമായിട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ നമ്മുടെ നല്ല തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് ഈ ഒരു തുണി ഇതുപോലെ ഒന്ന് മറിച്ചിടാം. നമ്മുടെ ചീത്തവശത്തിന് നല്ല തുണിയുടെ ചീത്തവശത്തിന് മുകളിലേക്ക് ലൈനിങ് വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് 2 എണ്ണം. നമ്മുടെ ആ ഒരു സൈഡ് പീസസും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. നമുക്ക് 2 സൈഡും ലെഫ്റ്റും റൈറ്റും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇല്ലേ നമ്മുടെ തെറ്റിപ്പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും എന്ന് എഴുതി വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതേപോലെ ഈ ഒരു അറ്റത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് പയ്യെ അടിച്ചെടുക്കണം. ഇതേപോലെ സൂക്ഷിച്ച് വേണം നമ്മളത് അടിച്ചെടുക്കാനായിട്ട്. പയ്യെ നമ്മൾ ഈ ഒരു താഴെ വരെ അങ്ങ് അറ്റത്തേക്ക് നമുക്ക് താഴെ വരെയും അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് മറ്റേ സൈഡ് നമുക്ക് അടിച്ചെടുക്കണം. ഇത് പയ്യെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഏകദേശം ഒന്നും ആയിട്ടുണ്ട്. നമ്മളിപ്പം ഇനി ക്യാൻവാസ് നമ്മുടെ നെക്ക് നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നതുകൊണ്ട് ക്യാൻവാസ് പേപ്പർ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇറക്കവും നമ്മൾ 4 ഇഞ്ചാണ് ചെയ്യുന്നത്. അപ്പം 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അല്ലേ നമുക്ക് 3 ഇഞ്ച് 3 തൊട്ട് 5 വരെ ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ബോട്ട് നെക്കിന് വീതി എടുക്കുന്നത്. ഇനി ഇതുപോലെ 1.5 ഇഞ്ച് മാറ്റി ഇതുപോലെ നമുക്കൊരു നെക്ക് ഡിസൈൻ അതിനകത്ത് നമ്മുടെ ബോട്ട് നെക്ക് ആയതുകൊണ്ട് ബോട്ട് രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനൊരു എക്സ്ട്രാ ഒരു സീം ഇട്ട് കൊടുക്കാം ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഒരു അകത്തെ ഭാഗം നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഇനി നമുക്കിതുപോലെ ഒരു തുണിയിലേക്ക് ഇതൊന്ന് വെച്ച് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചെടുക്കണം. ഇനി നമ്മുടെ നല്ല തുണിയുടെ ആ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഷോൾഡറിൻ്റെ. എന്നിട്ട് അവിടേക്ക് ഇത് വെച്ച് കൊടുത്ത് ഇതുപോലെ അടിച്ചെടുക്കണം. സൈഡിൽ കൂടെ ആ ഒരു ക്യാൻവാസിൽ തൊടാതെ നമുക്ക് സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിച്ചം നമ്മുടെ ആ നടുക്കത്തെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചീത്തവശത്തേക്ക്, അതായത് നമ്മുടെ ടോപ്പിൻ്റെ അകവശത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പീസിൻ്റെ ലൈനിങ് നമ്മളിതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മളിവിടെ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റർ ഇതുപോലെ ചോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് വരച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് നിവർക്കുമ്പം ആ ഒരു സെൻറ്ററിലെ മാർക്ക് ആ ഒരു വരച്ചതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. അവിടെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിതുപോലെ ഇതൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ആ ഒരു 1/4 ഇഞ്ച് വീതി നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ ഒരു നല്ല തുണിയുമായിട്ട് ഇത് കൂട്ടിയടിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ആദ്യം വരച്ചിരിക്കുന്ന സെൻറ്റർ വരയില്ലേ, ആ ഒരു വരയാണ് കട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ നമുക്കിപ്പോൾ ഈ 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നതും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് നേരെ വരച്ചു കൊടുക്കാം.
ഇപ്പം ഞാൻ ഇതുപോലെ നല്ല തുണിയുടെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് പിൻ കുത്തി കൊടുത്തു. ഇനി നമുക്ക് അടിക്കണം. അതിനായിട്ട് ഈ ഒരു നെക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ വരച്ചിട്ടില്ലേ, അവിടത്തേക്ക് ഇതുപോലെ താഴത്തേക്ക് നമുക്ക് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നെക്കിൻ്റെ അത്രയും ആ ഒരു റൗണ്ട് ഭാഗം കട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ആ ഒരു 2 ലൈൻ 1/4 ഇഞ്ചിൻ്റെ 2 ലൈൻ ആ നടുക്കൊരു വരയുണ്ടല്ലോ, നമ്മൾ ആദ്യം വരച്ച ആ ഒരു മിഡ് പോയിൻ്റ്, ആ ഒരു മിഡ് പോയിൻറ്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആ നടുക്കൂടെ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു സെൻട്രൽ ലൈനില്ലേ, ആ ഒരു ലൈനിലൂടെ ഇതുപോലെ പയ്യെ ഒന്ന് നമുക്ക് അങ്ങേറ്റം വരെയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് ചെറിയ ചെറിയ ഞുറുകളൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പുറത്തേക്ക് മറിച്ചടിക്കാം. അന്നേരം നമുക്ക് അതിനടിയിലേക്ക് സിബ്ബ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഏത് മെത്തേഡാണോ ഈസി ആയിട്ടുള്ള ആ മെത്തേഡ് നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മളിത് 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെറിയ ചെറിയ ഞുറിവുകൾ ഇതുപോലെ കട്ടിങ്സ് നമുക്ക് ആ ഒരു തിരിച്ചിടുമ്പോഴത്തേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിൽ നീളത്തിൽ കിട്ടാനായിട്ടാണ് നമ്മളിതുപോലെ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ തുണിയൊന്നും മടങ്ങി ഒക്കെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി തോന്നത്തില്ല. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ അവിടെയും ചെറിയതായിട്ട് ഞുറിവുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചീത്ത വശം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നല്ല വശം നമ്മുടെ ആ ഒരു ഗിൽറ്റ് തുണി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ആ അരികു ചേർത്തൊന്ന് പതിച്ചടിച്ചെടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ 2 പീസും പതിച്ചടിച്ചെടുക്കണം. ഇത് അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് നമ്മളിപ്പോൾ ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഉള്ള ആ ഒരു സൈഡ് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ ബാക്ക് പീസ് നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം. 2 സൈഡും ഒരുപോലെ നമുക്ക് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഷോൾഡർ. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു നെക്ക് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് പതിച്ചടിച്ചെടുക്കണം. ഈ ഒരു നെക്ക് നമുക്ക് ബോട്ട് നെക്ക് പതിച്ചടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, ഈ ഒരു ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 14 ഇഞ്ച് പ്ലസ് 2 ഇഞ്ചായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു 14 ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡ് മാർക്ക് ചെയ്തു. ഇനി ഇതേ സൈഡ് ഇതേപോലെ തന്നെ ഇതേ സൈഡിലും നമുക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഇവിടെ എപ്പോഴും 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരുന്നത് ഈ ഒരു ലെവൽ ഒന്ന് ശരിയാക്കാനായിട്ടാണ്. പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലൊന്ന് വരച്ചു കൊടുക്കണം. ബാക്ക് സൈഡ് നമുക്ക് നേരെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് 14 ഇഞ്ച് നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം 14 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തുപോലെ സ്ട്രെയിറ്റ് ആയിട്ട്. ഇനി നമുക്കിതുപോലെ ഒരു ലോങ് പീസ് എടുക്കണം. ഒരു എക്സ്ട്രാ പീസ് 2.5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മടക്കി അടിച്ചു കൊടുക്കാനായിട്ടാണ്. ഇനി നമ്മുടെ ഈ ഒരു 14 ഇഞ്ച് നമ്മൾ വരച്ചിട്ടില്ലേ, ആ ഒരു വരയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ശകലം ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഉള്ളിലേക്ക് ചീത്തവശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു 14 ഇഞ്ച് നമ്മൾ വരച്ചിരുന്ന ആ വരയിലൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ആ വരച്ചെടുത്തൂടെ നമ്മൾ 14 ഇഞ്ച് വരച്ചെടുത്തൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 എണ്ണവും വെച്ചടിച്ചു 2 സൈഡിലും. ഇനി നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ആ ഒരു മടക്ക് വന്നിരുന്ന ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചടിച്ചെടുക്കണം. ഇതേപോലെ ഞാനിപ്പം മറിച്ചെടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. ഒറ്റ അടിപ്പേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്നത് നമുക്ക് ഹെം ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാക്ക് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിബ്ബ് ഒന്ന് വെച്ച് കൊടുക്കണം. ഞാൻ ഇതുപോലൊരു സിബ്ബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു തുറക്കുന്ന വശം നമ്മൾ താഴെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് താഴേന്ന് മുകളിലോട്ടാണ് നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സിബ്ബ് ഇതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് നമ്മുടെ നല്ല തുണിയുടെ നല്ല വശത്തിൻ്റെ അടിയിൽ ആ ചീത്ത വശത്തോട് ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഞാൻ സിബ്ബ് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ സിബിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആ മേൽവശം വരുമ്പം കുറച്ച് അടിക്കത്തില്ല. നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ അവിടെ ഇതുപോലെ സിബ്ബൊന്ന് മാറ്റിയിട്ട് ആ ഒരു 2 പീസ് ജോയിൻ ചെയ്യുന്നിടം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. നമുക്ക് കൈത്തയ്യൽ തയ്ച്ചാലും മതി. ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ആ ഒരു സൈഡ് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മെഷീൻ വെച്ച് തന്നെ ആ ഒരു സൈഡിൻ്റെ ഒരു ശകലം ഭാഗം നമുക്കൊന്ന് അടിച്ചെടുക്കണം. കാരണം അതൊരു ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ.
സിബ് മുകളിലേക്കല്ലേ നമ്മൾ ഓപ്പണിങ് വെക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ലെവലാക്കി എടുക്കാനായിട്ട് ഇതുപോലൊന്ന് ശകലം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിബ് നമ്മുടെ എക്സ്ട്രാ വന്നേക്കുന്ന കുറച്ച് ഭാഗമുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സിബ് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവിടെ ആ സിബിൻ്റെ മുകളിൽ കൂടെയും ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ സിബ് തുറക്കുമ്പോഴത്തേക്കിന് ഫുള്ളായിട്ട് തുറന്ന് പോരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ അതുപോലെ ക്രോസ് ആയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാനിതുപോലെ മിച്ചം തുണി, നമ്മുടെ നല്ല തുണി ഇതുപോലെ ഒരു തവണ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ടുലിപ്പ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 2 പേൾ പിൻ കുത്തി ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും കുത്തി. ഇനിയിപ്പോൾ ഞാൻ വരയ്ക്കാനുള്ള ഒരു എളുപ്പത്തിന് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇതൊന്ന് ഞാൻ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യമേ തന്നെ 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 9 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ആ ഒരു 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു ടുലിപ്പ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വീതി നമ്മൾ കൊടുക്കുന്നുണ്ട്, 3 ഇഞ്ച് വീതി. ആ ഒരു 3 ഇഞ്ച് വീതി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ജസ്റ്റ് ആ ഒരു പോയിന്റിൽ നിന്നും അങ്ങേ അറ്റത്തേക്ക് നമുക്കിതുപോലൊരു കർവ് വരച്ചു കൊടുക്കാം. 3 ഇഞ്ചോ 4 ഇഞ്ചോ വീതി നമുക്ക് ടുലിപ്പ് സ്ലീവിന് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കർവ് വരച്ചു കൊടുത്തു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 5 ഇഞ്ചും കൂട്ടത്തിൽ 1/2 ഇഞ്ചും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു 5 ഇഞ്ചും 1/2 ഇഞ്ചും ഇനി നമുക്കിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചും കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇതൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു 1/2 ഇഞ്ചും ആ ഒരു 5 ഇഞ്ചിൻ്റെ വരെയും. ഇനി നമുക്കിവിടേക്ക് കൈയുടെ വണ്ണം 5 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് സെൻറ്റർ ഒന്ന് നമ്മൾ സൈഡിൽ കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ആ സെൻറ്ററിലെ ആ ഒരു ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. ആ ഒരു വരച്ചതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഒരു സൈഡിൽ ആദ്യമേ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു. ഇപ്പുറത്തെ സൈഡിലും നമുക്ക് 3 ഇഞ്ചൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ഒരു തയ്യൽ തുമ്പ്, ആ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് താഴേന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് നമ്മുടെ ആ ഒരു ടുലിപ്പ് സ്ലീവിൻ്റെ ആ ഒരു കർവിങ് വരുന്നിടമാണ് ഈ 2.5 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് വരച്ചിട്ടില്ലേ, ആ ഒരു ലൈനിൻ്റെ മുകളിലാണെങ്കിൽ 2 ഇഞ്ച് രീതിയിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്കൊരു കർവ് വരച്ചു കൊടുക്കണം. അതിന് നമുക്ക് ഇതേപോലെ ആ ഒരു 3 ഇഞ്ചിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ആ ഒരു 2.5 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതേപോലെ ഒരു കർവ് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനില്ലേ, നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് വിട്ട് ആ ഒരു ലൈനിലേക്ക് ഇതുപോലെ ആ വരയൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇതേപോലെയാണ് നമുക്കപ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളൊരു ചെറിയ സീം അലവൻസ് ആണ് ഈ കൊടുക്കുന്നത്, ഈ ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ താഴെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചായിരുന്നല്ലോ, അത് നമ്മൾ വരച്ചത് തന്നെ ഇതുപോലെ നമുക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് അവിടെ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് വരച്ചിരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ച മാർക്കിംഗ് ഉള്ള ഈ ഒരു പീസ് മാത്രം നമുക്ക് മതി. ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ നല്ല തുണിയുടെ മുകളിലേക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ടുലിപ്പ് സ്ലീവിൻ്റെ സെക്കൻഡ് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളിതൊന്ന് വെച്ച് കൊടുത്തു. ഇതായിരിക്കും നമ്മുടെ അളവ് പീസ്. ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിവർത്തി കഴിയുമ്പോൾ നമ്മുടെ ടുലിപ്പ് സ്ലീവ് എങ്ങനെ വരുമെന്ന് കാണാം. നമുക്കിതാ ഇതുപോലെ നിവർക്കുമ്പം 2 പീസസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത 2 പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടാണ് നമ്മുടെ ടുലിപ്പ് സ്ലീവ് റെഡിയാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു സ്ലീവിന് വേണ്ടി ഉള്ളതാണ്. ഇതേപോലെ തന്നെ ഇതേ മെഷർമെൻറ്റ്സിൽ നമുക്ക് 2 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ മറ്റേ കൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 2 സ്ലീവ്സും റെഡിയാകും. കണ്ടില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കിന് ഒരു പീസിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ മറ്റേ പീസ് വെക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ടുലിപ്പ് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറിയൊരു പൈപ്പിംഗ് അല്ല, നമ്മൾ അകത്തേക്ക് മടക്കി അടിച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു അറ്റത്തൂടെ ഒന്ന് വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു നമ്മുടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ കൂടെ ഇതൊന്ന് അടിച്ചെടുക്കാം.
ഇപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഒരു അരയിഞ്ച് വെച്ചാണ് അടിച്ചത്. ആ ഒരു വശം ഇതുപോലെ ആ ഒരു ക്രോസ് പീസും ഒന്ന് മടക്കി കൊടുത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് മടക്കി അതൊന്ന് അകത്തേക്ക് വെച്ചിട്ട് ആ ഒരു സൈഡിൽ കൂടെ അടിച്ചെടുക്കണം. നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇനി ഇത് അങ്ങേയറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം. ഈ നമ്മൾ അടിക്കുന്ന പോലെ തന്നെ നമുക്ക് 4 പീസസ് ഉണ്ടല്ലോ, ഇത് 2 കൈക്കും കൂടെ ആയിട്ട് 4 പീസും അടിച്ചെടുക്കണം. ഇപ്പം നമുക്കിതുപോലെ ഒരു സൈഡ് ഒരെണ്ണത്തിൻ്റെ ഒരു സൈഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ 4 പീസും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓപ്പണിങ് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഒരു ഓപ്പണിങ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മറ്റേ സൈഡിലെ ഓപ്പണിങ് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ടായിരിക്കണം വെക്കേണ്ടത്. ഇനി നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ ഒരു 6 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ, നമ്മുടെ ഈ ഒരു ടുലിപ്പ് സ്ലീവിൻ്റെ സെൻറ്റർ നടുക്കൂടെ ഒന്ന് മടക്കി കൊടുത്ത് ആ സെൻറ്റർ നമുക്കിവിടേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഷോൾഡർ പോയിൻറ്റുമായിട്ട് ഞാൻ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ പോയിൻറ്റ് ജോയിനിങ് ആ പോയിൻറ്റിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് സാധാ നമ്മൾ അടിക്കുന്ന പോലെ തന്നെ താഴെ വരെയും ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഇതുപോലെ 2 സ്ലീവ്സും അടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പണിങ് വരുന്നത് ഫ്രണ്ടിലോട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചെടുത്തൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇതുപോലെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും നമ്മൾ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ബാക്ക് സൈഡിൽ ഇതുപോലെ 2 ഡാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴത്തേക്കിന് വീതിയിൽ വരുന്ന രീതിയിൽ 2 ഡാട്ട്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു 2 ഡാട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡാറ്റ്സ്. ഞാൻ തിരിച്ചിട്ടപ്പോൾ ഉള്ള വീഡിയോ ആണ്. നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്ലൗസ് നല്ല ടൈറ്റായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ സിബ് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ അനിയത്തിയും അവളുടെ കൂട്ടുകാരിയും കൂടെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇങ്ങനെ തന്നെ വേണമെന്നും പറഞ്ഞ് 2 പേരും സാരിയും ബ്ലൗസും എല്ലാം ഒരേപോലെ എടുത്ത് ഗ്രാജുവേഷന് വേണ്ടി റെഡി ആയതാണ്. അപ്പം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.